ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ വിത്ത് ഹെർബൽ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ കണ്ടു എന്താ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് കണ്ടു. അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ സാധ്യതകൾ, ഒരു എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്നും ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലേക്ക് എങ്ങനെ വരാമെന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു അവസരം, ഹെർബൽ ലൈഫ് എന്നൊരു അവസരം പലർക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ഇതിൽ സക്സസ് ആകാറില്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് പേര് ഈ അവസരത്തിൽ വരുന്നുണ്ട്, പലവരും വിട്ടിട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റേ ചെയ്ത് മുന്നോട്ട് പോയവർ മാത്രമാണ് സക്സസ് ആയിട്ടുള്ളൂ. വിജയിച്ചവരെല്ലാം ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടായിരിക്കും വിജയിച്ചിട്ടുണ്ടാകുക. സോ അത് ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടതെന്ന് ഒരു ചെറിയൊരു ഡെമോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നമുക്കറിയാം, ഇതൊരു പ്ലേയിങ് കാർഡ്സാണ്. ഇതെന്താണ്? പ്ലേയിങ് കാർഡ്സാണ്. ഈ പ്ലേയിങ് കാർഡ്സ് ത്രൂ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടതെന്നും അതോടൊപ്പം എന്തുകൊണ്ട് പലരും വിട്ടുപോകണമെന്നും അതിൻ്റെ ഒരു ഡെമോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു, നമുക്ക് ആവശ്യം എന്താണ്? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് തിരഞ്ഞെടുത്തു. സതീഷ് തിരഞ്ഞെടുത്തത് എന്തിനാ? എനിക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. സോ എന്നെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് ലീഡേഴ്സ് എന്ത് ചെയ്യണം? എന്നിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം, അല്ലേ? ഒരുപാട് ഫസ്റ്റ് ലൈൻസ് എന്ത് വേണം? നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കാർഡ്സിൽ നമുക്കറിയാം 54 കാർഡ്സിൽ 4 ആസാണ് ഉണ്ടാകുക. ഇങ്ങനത്തെ ആസ് 4 ആസ് ഉണ്ടാവും. ഇതാ ഒരു ആസ്. അങ്ങനെ 4 ആസ് എന്നുണ്ട് ഇതിലുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ആസ് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ ലീഡേഴ്സാണ്. ഓക്കെ, ആസ് ആരാണ്? ലീഡേഴ്സിനെയാണ് ഞാൻ ആസ് എന്ന് കരുതിയിരിക്കുന്നത്. സോ നമ്മൾ ഒരു ബിസിനസ് പ്ലാൻ പറയാൻ പോകുന്നത് എന്തിനാ? നമ്മളെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ആസുകളെ തേടി പോകുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മുന്നിൽ പോകുന്നവരെല്ലാം ആസായി വരില്ല. അതിനൊരു ചെറിയ ഉദാഹരണം. നമ്മൾ ആദ്യം പ്ലാൻ കാണിക്കാൻ പോകുന്ന ആരാ? പ്ലാൻ കാണിക്കുക വരുന്ന ആരാ? 2. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ വന്ന ആരാ? 2. നമ്മൾ എന്ത് ചെയ്യണം? അവർ പറയും, ഇപ്പം പറയാം, നാളെ പറയാം, ആലോചിക്കട്ടെ, പിന്നെ പറയാം, അച്ഛനോട് ചോദിക്കാം, അമ്മയോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കാം, ഭർത്താവിനോട് ചോദിച്ചിട്ട് പറയാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തളരാതെ എന്ത് ചെയ്യണം? അവരെ തൂക്കി എറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് വിജയിക്കണം, അല്ലേ? നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് പോകണം. 4 വരും, 6 വരും, 3 വരും, 2 വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, പലവരും ഇന്ന് ഫെയിലാകാനുള്ള റീസൺ 50% മേലെ ആൾക്കാർ എന്ത് ചെയ്യും പറഞ്ഞാൽ, ഇങ്ങനെ 4-5 പേരെ കണ്ട് അവരെല്ലാം നോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇട്ടിട്ട് പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമായി കരുതിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. 90% ആൾക്കാരെ പോലെ ചിന്തിച്ച് ഈ നെഗറ്റീവ് കണ്ടുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ പോകുമ്പോൾ എന്ത് വരും? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ വേസ്റ്റ് കാർഡ് വരും. വേസ്റ്റ്. ഇവർ ഭയങ്കര ഉപദേശമായിരിക്കും. കുട്ടിയെ ഞങ്ങൾ കുറേ കണ്ടതാണ്, ഞാൻ 15 വർഷം ഇത് ചെയ്തതാണ്, അത് ചെയ്താണ്, വെറുതെ അല്ല എൻ്റെ ഈ കഷ്ടണ്ടി വന്നിരിക്കുന്നത്, ഇതുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന വേസ്റ്റ് കാർഡുകളും വരും. ഇതിനെന്ത് ചെയ്യണം പറഞ്ഞാൽ, തൂക്കി എറിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ തൂക്കി എറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജാക്ക് വന്നു. ആരെ ജാക്ക്? ജാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു PC സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന കസ്റ്റമർ വരും. ഓക്കെ, ഇതാരാ? നമ്മുടെ മുത്തുകളാണ്, അല്ലേ? അപ്പോൾ അവർ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു ജാക്ക് കിട്ടി, അല്ലേ? ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 വരും, നിരാശപ്പെടുത്താൻ ആൾക്കാർ വരും. വീണ്ടും ജാക്ക് വന്നു, 3 വന്നു, 6 വന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, റിസൾട്ടില്ല. ആകെ ഒരു PC വന്നിട്ടുള്ളൂ. കുഴപ്പമില്ല, മുന്നോട്ട് പോകണം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു PC വന്നു, വീണ്ടും ഒരു ജാക്ക് വന്നു. അപ്പോൾ എത്ര ജാക്കായി?
2 ജാക്കായി, 2 പീസ് കിട്ടി. അനക്കം വന്നു ബിസിനസ്സിന്. മനസ്സിലായില്ലേ? ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 8 വരും നിരാശപ്പെടുത്താൻ, 10 വരും നിരാശപ്പെടുത്താൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആസ് വന്നു. നിങ്ങൾ ആരെയാണോ തേടിയത് ആ ആസ് വന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആസിനെ കിട്ടാൻ നിങ്ങൾ 2നെയും 3നെയും 5നെയും 8നെയും 9നെയും തരണം ചെയ്യണം. എങ്കിലേ നിങ്ങൾ തേടിയ ആസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ലൈഫ് ചെറുതായിട്ട് ടേൺ ഓവർ ആകുന്നത്. ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടും, എത്ര മാസങ്ങളിൽ കിട്ടുന്നല്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2നെയും 3നെയും തരണം ചെയ്ത് പോയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. വീണ്ടും മുന്നോട്ട് പോകണം. എന്താ? 6, 9. കെ ആരാണെന്നറിയോ? കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വ്യക്തി ഫുഡ് ഇഷ്ടപ്പെട്ടു, ഈ ബിസിനസ് അവസരം മനസ്സിലാക്കി, ഇതിൽ സാധ്യത മനസ്സിലാക്കിയിട്ട് നമ്മളോട് കൂടെ സഞ്ചരിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള ബിസിനസ്സൊന്നും ചെയ്യില്ല. തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവരും വേണ്ടേ? ഒരു കെ കിട്ടും. മുന്നോട്ട് പോകണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 2 PC ആയി, 2 K ആയി. വീണ്ടും 5 വന്നു, 3 വന്നു. ക്യൂ. ആരാ ക്യൂ? ക്യൂ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ലേഡീസ്, റാണി ലേഡീസ് വരും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് വന്നിട്ട് നിങ്ങളുടെ ചരിത്രം എഴുതും. ക്യൂ. ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വന്നു. അങ്ങനെ നമ്മളെ തളരാതെ മുന്നോട്ട് പോകുമ്പോൾ നോക്കും, അടുത്ത ലേഡി വീണ്ടും വന്നു. ചിലപ്പോൾ ആ ലേഡി മൂവേനായിരിക്കും അല്ലേ? അടുത്ത ലേഡിയും വന്നു. ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ആസ് വരും. മനസ്സിലായോ? അടുത്ത എന്ത് വന്നു? ആസ് വന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള 2ാമത്തെ ആസ് വന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, തളരരുത്, മുന്നോട്ട് പോവുക. നിങ്ങളുടെ പിക്ചർ ആ 2ാമത്തെ ആസ് വരുമ്പോഴേക്കും എന്തുണ്ടാവും? ചെറുതായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. 2 വന്നു, 8 വന്നു, 3 വന്നു, 6 വന്നു, 8 വന്നു, വീണ്ടും 9, 5. ഇതാ ജാക്ക് അടുത്ത PC വന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത PC വന്നു. 3 PC റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന 3 PC വന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാമത്തെ ആസും കിട്ടി. നിങ്ങളെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈ ബിസിനസ്സിൻ്റെ അവസരം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള അടുത്ത ആസ് വന്നു. അദ്ദേഹത്തിന് ഇവിടെ പ്ലേസ് ചെയ്തു. മുന്നോട്ട് പോകുമ്പോൾ ആര് വന്നു? അടുത്ത K വന്നു. അടുത്ത K വന്നു, 2 K ആയി. അടുത്ത Q വന്നു, 3 Q ആയി. ഇങ്ങനെ 7, 4, 7. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലുള്ള ജോക്കറും വരും. ഇടയ്ക്ക് ആര് വരും? നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ഇതുപോലെയുള്ള ജോക്കറുകളും വരും. നിങ്ങൾ പല മീറ്റിങ്ങുകളും കയറി ഒരുപാട് അറിവുണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ ഇതുപോലെയുള്ള ജോക്കറുകൾ വന്ന് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ വരും. അപ്പോൾ തളരരുത്. ഇങ്ങനെയുള്ള ജോക്കർമാരെ തൂക്കി എറിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള K കിട്ടും. മൈ ഡിയർ ഫ്രണ്ട്സ്, വരും, വീണ്ടും വരും, വീണ്ടും വരും. ഇവർ പോവില്ല. സമൂഹത്തിൽ ഒരു ജോക്കറല്ല ഉള്ളത് അല്ലേ? ഒരുപാട് ജോക്കറുകളുണ്ട്. ഇവർ വീണ്ടും വരും ശല്യം ചെയ്യാൻ, നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ. വരുമ്പോൾ തൂക്കി എറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. മൈ ഡിയർ ഫ്രണ്ട്സ്, പോകുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് വേണ്ട ആസ് വീണ്ടും കിട്ടും. മനസ്സിലായോ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ സെറ്റായി, നിങ്ങളുടെ ടീം എന്തായി? സെറ്റായി. ഒരു K വന്നു, അത് 3 Q വന്നു. ഒരു ഫസ്റ്റ് ലൈനിലെ ഒരുപാട് പേര് വന്നു. എങ്ങനെയാണ് വന്നത്? നിങ്ങൾ ഈ 2നെയും 3നെയും വേസ്റ്റ് കാർഡിനെയും ജോക്കറിനെയും കണ്ട് തളരാതെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ജാക്കും ക്യൂനും ഒരുപാട് Q വന്നു, ഒരു K വന്നു അല്ലേ? 4 ഇത് വന്നു. ഇതെല്ലാം എന്ത് വരും? നിങ്ങൾക്ക് വരും. വരാതെ എവിടെ പോകാൻ? പക്ഷെ അത് പോകണം, പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ അറിയാം,
ഏസിനെ കണ്ടുപിടിക്കാൻ ആര് പഠിച്ചു? നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഏസിനെ കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഓരോ 4 ഏസും 4 ഏസ് അവരുടെ താഴെ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യുക. സിമ്പിൾ. സോ പക്ഷേ പലവരും വിട്ടിട്ട് പോകാൻ കാരണം എന്താ? അവർ ജോക്കറിൻ്റെയും 2ൻ്റെയും 3ൻ്റെയും വർത്തമാനം കേട്ടു. വർത്തമാനം കേട്ടവൻ എന്ത് ചെയ്തു? ഇത് വിട്ടു. ആരാണോ ആ വിഷം കണ്ടത്, 2 വർഷത്തിന് ശേഷം ഞാൻ എവിടെയാണ്, 3 വർഷത്തിന് ശേഷം ഞാൻ എവിടെയാണ്, ഞാൻ പ്രസിഡൻ്റ് ടീം എപ്പോൾ ആവും എന്നുള്ള ഒരു ഡയമണ്ട് ആവണം എന്നുള്ള വിഷനിലൂടെ നടന്നോ, അവരെല്ലാം 2നെയും 3നെയും 4നെയും ഒക്കെ പുറന്തള്ളിക്കൊണ്ട് കുതിച്ചുകൊണ്ടേയിരുന്നപ്പോഴാണ് ഈ ഏസിനെ കിട്ടിയത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളും നിങ്ങളുടെ ജേർണിയിൽ ഇതുപോലെയുള്ള നെഗറ്റീവ്സായിട്ടുള്ള ആൾക്കാരെ വരുന്നുണ്ടെങ്കിൽ അവരെ പുറന്തള്ളിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.